ടോബി. ഈ പടത്തിനെ കുറിച്ച് ഞാൻ ഈ അടുത്ത സമയത്താണ് അറിയുന്നത്. ഏകദേശം 3 മാസമായി ഈ പടം ഇറങ്ങിയിട്ട്. OTT വന്നപ്പോഴാണ് ഞാൻ ഈ പടത്തിനെ കുറിച്ച് അറിയുന്നതും, ഞാൻ കാണുന്നതും. അതും എന്റെ ഒരു ഫ്രണ്ട് വഴി. പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എടീ കൊള്ളാം. പടം നൈസാണ്. പടത്തിന്റെ കഥ പോകുന്നത് കർണാടകയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഒരു കന്നഡ ഫിലിമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ മലയാളം ഡബ്ബാണ് ഈ പടത്തിന്റെ കണ്ടത്. സോ നെറ്റിൽ ഇപ്പം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കണ്ടുകൂടാ. പടം ഭയങ്കര സ്ലോയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ ഭയങ്കര ആക്ഷൻ, മാസ് എന്നാ അത് ഒണ്ടും താനും ഭയങ്കര സ്ലോയിലാണ്. നമ്മൾ കണ്ടു പഴകിയിട്ടുള്ള ഒരുവിധം ജോണറിലുള്ള പടമാണ്. ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇതിനെ ഒരുപാട് വ്യത്യസ്തമാക്കുന്നുണ്ട് ഈ ഒരു പടത്തിന്. പേര് പോലെ തന്നെ ടോബി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ കുട്ടിക്കാലം മുതല് പുള്ളിക്കാരന്റെ ജീവിതാവസാനം വരെയുള്ള ഒരു സ്റ്റോറി. ടോബിയായിട്ട് ഈ ഒരു പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് രാജ് പി ഷെട്ടി എന്ന് പറയുന്ന മനുഷ്യനാണ്. ആ പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പറയാം. ഇതൊരു കുഗ്രാമായതുകൊണ്ട് തന്നെ ഈ ആചാരപരമായിട്ടും കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഈ നാട്ടിൻപുറം ആകുമ്പോഴത്തേക്കും ഈ മതപരമായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പടത്തിന്റെ തുടക്കം മുതൽ ഈ ടോബി എന്ന് പറയുന്ന വ്യക്തിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുവാണ്. എന്നുവെച്ചാൽ കഥയിൽ ആ ആള് ഇന്നായിരുന്നു. നമ്മളിപ്പോ ഒരു ആളിനെ കുറിച്ച് പറയും, എടീ എന്റെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങേര് ഭയങ്കര, അങ്ങനെയൊക്കെ നമ്മൾ ഒരാളിനെ കുറിച്ച് ബിൽഡപ്പ് ചെയ്യില്ല. അതേപോലെ പടത്തിന്റെ തുടക്കം മുതൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. സോ ടോബിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ തരാം. സോ പുതിയതായിട്ട് ഒരു പോലീസുകാരൻ നമ്മുടെ സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാൻ വരുന്നു, ഒരു SI. അപ്പൊ അവിടെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ടോബി. അയാളെ കുറിച്ച് ഒരു വഴി അറിയുന്നു. അപ്പോ കേസും ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ കോൺസ്റ്റബിളിനോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു കേസൊക്കെ ഇരിക്കുന്ന ഒരു ഷെൽഫിന്റെ മുന്നിൽ കൊണ്ടുവരുത്തുന്നു. അപ്പൊ അതിൽ ടോബി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു SI ചോദിക്കും, ഈ ടോബിയുടെ ഫയൽ, ഇത്രയും ഫയലിൽ കുറെ ഫയൽ അവിടെ ഇരിക്കുവാണ്, ഇത്രയും ഫയലിൽ ടോബിയുടെ ഫയൽ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ആ കോൺസ്റ്റബിൾ പറയും, സാർ ഈ ഷെൽഫ് എന്ന് പറയുന്നത് മൊത്തം, ഇങ്ങനെയല്ല, വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്, ഈ ഷെൽഫിൽ മൊത്തം ഇരിക്കുന്ന ടോബിയുടെ ഫയലാണ്. അപ്പൊ അവിടം തൊട്ട് നമ്മളെ ടോബിനെ അറിയാൻ തുടങ്ങുന്നു. ആൾക്കാർ ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ടോബിനെ കാണിക്കുന്നു. ആ ഒരു സീന് വല്ലാത്തൊരു സീനാണ്. ഭയങ്കര കിടിലൻ സീനാണ്. ടോബി എന്ന് പറയുന്ന വ്യക്തി ഊമയാണ്. ആ ഊമയായതിനുള്ള കാര്യങ്ങളെല്ലാം ഈ പടത്തിൽ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പടം കണ്ടു നോക്കുക. സോ ആ ഒരു സമയത്ത് ടോബി എന്ന് പറയുന്ന ഈ ഒരു കൈയില് ടോബി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ടോബി എന്നുള്ള കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിച്ചിട്ടാണ് പുള്ളിക്കാരന്റെ ആ ഒരു സീൻ തന്നെ കാണിക്കുന്നത്. എന്നുവെച്ചാൽ പുള്ളിക്കാരന് സംസാരം പറ്റൂല. പുള്ളിക്കാരന്റെ സംസാര ശക്തി പോയി. അത് ഞാനിപ്പോ ഇതിനകത്ത് കാണിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ വേണ്ട, നിങ്ങൾ സിനിമ കാണുന്നെങ്കിൽ ആ ഒരു ഫീൽ അങ്ങ് പോകും നിങ്ങൾക്ക്. എങ്ങനെ ടോബിനെ ഇങ്ങനെ കാണിക്കുന്നു. പിന്നീട് അവിടെ ഒരു ഫൈറ്റ് സീനാണ് നടക്കുന്നത്. ഊമയായതുകൊണ്ട് തന്നെ ഈ രാജ് പി ഷെട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഈ ടോബി എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച് കൊണ്ടുവരുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇതിനകത്ത് ഇമോഷൻ രംഗങ്ങളുണ്ട്. ഭയങ്കര സെന്റിമെന്റ് ആയിട്ടുള്ള നമ്മളങ്ങ് പിടിച്ചുലയ്ക്കുന്ന കണക്കുള്ള സീനുകളുണ്ട്. റൊമാൻസ് ഉണ്ട്. മാസായിട്ടുള്ള സീനുകളുണ്ട്. സോ ഇതെല്ലാം തന്നെ ഒറ്റ ഡയലോഗ് ഇല്ലാതെ ഫേസ് എക്സ്പ്രഷനും അങ്ങേരെ ആ ഒരു അഭിനയ മികവും വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തു പോയിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സീൻ ഞാൻ പറഞ്ഞുതരാം. ക്ലൈമാക്സിനോട് അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് എല്ലാം തകർന്ന ഒരു മനുഷ്യന്റെ ആ ഒരു അവസ്ഥയുണ്ട്. എടാ അങ്ങേര് കരയുന്ന, എന്റെ അമ്മ, അങ്ങേര് ആ കരഞ്ഞ് ആ എല്ലാം തകർന്ന് നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഓ, അത് വല്ലാത്ത സീനാ. നിങ്ങൾ ഫിലിം കണ്ടു തന്നെ നോക്കാം. ഭയങ്കര സ്ലോ ജോണറിലാണ് ഈ ഫിലിം പറഞ്ഞു പോകുന്നോണ്ട് തന്നെ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടു തുടങ്ങി അവസാനം വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്ത് കോമഡിന്ന് ഏറ്റവും പറയുന്ന റൊമാൻസ് ആണ്. സോ പുള്ളിക്കാരൻ ടോബി ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടും. സോ ഇതിന്റെ ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ടോബിയുടെ എടുത്ത് വളർത്തുന്ന ഒരു കുഞ്ഞാണ്. ആ കൊച്ചും ഇവര് 3 പേരും തമ്മിലുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് ഭയങ്കര കിടിലം. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗ്രാമം ആയതുകൊണ്ട് തന്നെ ഇവിടെ ബ്രൂട്ടൽ ആയിട്ടുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇതിനെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് ഈ ടോബിയാണ്. സോ ജീവിക്കാൻ വഴിയില്ലാതെ പുള്ളിക്കാരൻ ചെയ്തു പോകുന്ന കുറെ കാര്യങ്ങളാണ്. അവസാനം പുള്ളിക്കാരന് തന്നെ ഇത് ഒരു തിരിച്ചടിയാവുന്നുണ്ട്. സോ അതാണ് പടം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഈ പടം ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഞാൻ ഈ പടത്തിന്റെ ഈ ഒരു സംഭവം പറയുമ്പോഴത്തേക്കും ഒട്ടും തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആവാത്ത രീതിയിലാണ് പറഞ്ഞു പോകുന്നത്.
അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.